ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാനോ യൂറിയ പ്ലസ് എന്ന ഒരു വളത്തെക്കുറിച്ചാണ്. അതൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. പ്രധാനമായിട്ടും അതിൽ നൈട്രജൻ കണ്ടന്റ് ആണുള്ളത്. അപ്പോൾ ആ വളം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് ഏത് സമയത്താണ് ഉപയോഗിക്കുന്നതും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മെയ് മാസത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ ഈ മാവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയ് മാസത്തിൽ പ്രൂൺ ചെയ്യുകയും പിന്നീട് ആദ്യം പച്ചക്കക്കപ്പൊടി ഇട്ടു pH കൺട്രോൾ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തത് ചാണകപ്പൊടി, പിണ്ണാക്കുകളുടെ മിശ്രിതം, എല്ലുപൊടി തുടങ്ങിയാണ്. അതിനുശേഷം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു. അതിന് പിന്നീട് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തു. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 2.5 മാസം മുമ്പാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്തത്. അതിനുശേഷം പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തില്ല. ഇപ്പോൾ ജൂൺ കടന്നു, ജൂലൈയും കടന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പ്രൂണിങ്ങും വളപ്രയോഗത്തിന് ശേഷം ഈ ചെടികളെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും ഇൻസെക്ട്സിൽ നിന്നും ഇതിനെ റിക്കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നമ്മൾ കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മെയ് 15-ന് ശേഷം ശക്തമായ മഴ പെയ്യുകയും പിന്നെ ജൂൺ അവസാനത്തോടെയാണ് പിന്നീട് ഈ മരങ്ങളെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കനത്ത മഴ കാരണം പ്രത്യേകിച്ച് ഇൻസെക്ടിസൈഡ്സ് ഒന്നും അപ്ലൈ ചെയ്തിരുന്നില്ല. ഇപ്പൊ നമ്മൾ ജൂൺ മാസത്തിൽ ഇതിന്റെ ഇലകളെല്ലാം നശിഞ്ഞു പോകുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ട് നമ്മൾ ഈ ഇല കട്ട് ചെയ്യുന്ന വണ്ടിനെ കൊല്ലാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഡിസീസ് എന്നുള്ള ഇൻസെക്ടിസൈഡാണ്. അതൊരു കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ് ആയിരുന്നു. അപ്പോൾ ഈ ഇല വളരെ ചെറുതായിരുന്നപ്പോൾ ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മളൊരു ഇൻസെക്ടിസൈഡ് അപ്ലൈ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂൺ അവസാനവും പിന്നെ ജൂലൈ ആദ്യമായിട്ട് 2 തവണയായിട്ട് നമ്മൾ 0.5 ml ഡിസീസ് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്തിരുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിരുന്നു. കണ്ടോ, അതിനുശേഷം വന്ന തളിരിലകളാണ് മൂത്തതാണ് ഈ കാണുന്നത്. അതായത് 3 ആഴ്ച കൊണ്ട് നമുക്ക് നല്ല ഇലകൾ നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇലകളെല്ലാം തന്നെ ഇപ്പൊ ഈ മരം കണ്ടാൽ അറിയാം, ഇത് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത മരമാണ്. അപ്പൊ ഇതിനകത്ത് പുതിയ തളിരിലകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുക. ഞാനിവിടെ ഡിസീസ് ഇൻസെക്ടിസൈഡാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കോട്ടുകോണം മാവാണ്. അതുപോലെയാണ് കാലാപ്പാടി. കാലാപ്പാടിയും ശരിക്കും പ്രൂൺ ചെയ്തിട്ട് പുതിയ തളിരിലകൾ വന്നു. കുറച്ചൊക്കെ ഇൻസെക്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, എന്നാൽ പോലും പുതിയ പുതിയ ഇലകൾ വരികയും നമുക്ക് അതിനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും പറ്റി. ഇനിയിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലുകട്ടി മാവാണ്. കല്ലുകട്ടി മാവും ഇപ്പൊ നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, ഇവിടെ എല്ലാം ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഒരൊറ്റ ബ്രാഞ്ച് നിർത്തി. ഇപ്പൊ ഇതിലും പുതിയ പുതിയ തളിരിലകൾ വരികയും നമ്മളതിനെ ഈ സ്പ്രേ ചെയ്തതുകൊണ്ട് അതിനെ സംരക്ഷിച്ചു നിർത്താനും പറ്റി. ഇപ്പൊ നമ്മൾ ഒരു സ്പ്രേയും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ തളിരിലകളെല്ലാം നശിഞ്ഞു പോവുകയും നമുക്ക് യാതൊരു നല്ല രീതിയിൽ പ്രൊഡക്ഷൻ അടുത്ത സീസണിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇനി ഞാൻ ഈ ഗാർഡനിലെ മറ്റ് ചെടികളുടെ വിശേഷങ്ങൾ കൂടി നാനോ യൂറിയ പ്ലസിനെ പറ്റി പറയുന്നതിന് മുന്നോടിയായിട്ടൊന്ന് വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നത് ചെറിയ പെയിന്റിന്റെ ബക്കറ്റിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ എത്രത്തോളം പൂക്കളും കായകളും പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് വെറുതെ ഒരു പെയിന്റിന്റെ ബക്കറ്റിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് നടുകയും അത് വളർന്ന് ഒരു 2 വർഷം കൊണ്ട് പൂത്ത് കായ്ച്ചിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായ വളപ്രയോഗം നമ്മളെല്ലാ 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പൂത്ത് തുടങ്ങിയതിന് ശേഷം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതായത് പൂക്കുന്ന എല്ലാ കാലയളവിലും നമുക്ക് വേണമെങ്കിൽ 15 ദിവസം ഇടവിട്ടിട്ട് ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ബോറോൺ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓരോ മാസം കൂടുമ്പോൾ വേണമെങ്കിൽ ഒരു 5 ഗ്രാം വെച്ചിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന വളപ്രയോഗം കൂടാതെ ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയധികം പൂക്കൾ ഉണ്ടാകുകയും നല്ലതായിട്ട് ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും. ഒപ്പം തന്നെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് കിട്ടാനും
ഫ്രൂട്ടിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പൂത്തതിന് ശേഷവും നമ്മൾ ഇത്തരത്തിലുള്ള പൊട്ടാസ്യം, കാൽഷ്യം, അതുപോലെ ബോറോൺ, ഫോസ്ഫറസ് തുടങ്ങിയ അളവ് ഉള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ സഹായിക്കും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഡ്രമ്മിൽ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അതിനും ധാരാളം പൂക്കൾ വന്നിരിക്കുന്നു, കായകൾ ഉണ്ടായി കിടക്കുന്നു. ഈ മരത്തിൻ്റെ എല്ലാ ചുറ്റും പൂക്കളാണ്. ഇതിലെല്ലാം കായ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കായ പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ സീതപ്പഴം ഉണ്ടായി കിടപ്പുണ്ട്, മുകളിലൊക്കെ നന്നായിട്ട് ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ നന്നായിട്ട് വളം ചെയ്തതുകൊണ്ടും അതുകൂടാതെ പൂത്തതിന് ശേഷം പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, ബോറോൺ തുടങ്ങി മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടെ ഇടയ്ക്കും പിന്നീടും കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കായ്ഫലം കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം, ഡയമണ്ട് റിവർ ലോങ്ങൻ നോക്കാം. അതിവിടെ ഇങ്ങനെ കായ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഇവിടെയും ധാരാളം കായകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കിളികൾ, ഇപ്പോൾ പണ്ട് ലോങ്ങൻ കിളികളൊന്നും കഴിച്ചുകൊണ്ടിരുന്നില്ല. ഇപ്പോൾ അവർക്കത് ഇതും കഴിക്കാവുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് അത് അവർ തിന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് നെറ്റുകളൊക്കെ ഇടേണ്ട സമയമായിട്ടുണ്ട്. കണ്ടോ, പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇത് ഡയമണ്ട് റിവർ ലോങ്ങനാണ്. ഇപ്പം ഇവിടെ കീഴേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ധാരാളം ലോങ്ങൻ ഉണ്ടായി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലോങ്ങൻ പൂത്ത് വരികയാണ്. ഈ മരം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മുകളിലൊക്കെ നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായ വളപ്രയോഗവും പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കായ്ക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജബോട്ടിക്കാബ പൂത്ത് വരുന്നുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പൂത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ തണ്ടിലൊക്കെ പൂക്കളാണ്. അടിയിൽ കുറച്ച് കായയും പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ടൈമിൽ നമ്മൾ വളപ്രയോഗം കൊടുക്കുക. ഇപ്പം മഴയായതുകൊണ്ട് പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് നാനോ യൂറിയ പ്ലസിനെ പരിചയപ്പെടാം. ഇത് ഇഫ്കോയുടെ പ്രൊഡക്റ്റാണ്, ലിക്വിഡ് ഫോമിലാണ്. ഇതിനകത്ത് 20% നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില ചെടികളെല്ലാം തളിര് വന്നിട്ടുണ്ടാവും, അത് വളരുന്നുണ്ടാവും. ചില ചെടികളൊക്കെ മടിച്ച് നിൽക്കും ഇങ്ങനെ, അതായത് പുതിയ തളിരില വരാനായിട്ട് മടിച്ചു നിൽക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ചെടി നട്ടിട്ടുണ്ട് പക്ഷെ അത് വളരുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഇലകൾ വരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഇലകൾ വരാനായിട്ട് അല്ലെങ്കിൽ ആ ചെടിയുടെ ഇലകൾ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചസ് വരാനായിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു വളമാണ് നാനോ യൂറിയ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ 3% മാത്രമേ നൈട്രജൻ ഉള്ളൂ. ഇതിൽ 20% നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 തൊട്ട് 4 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഒരാഴ്ച ഇടവിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇലകൾ വരാതെ നിൽക്കുന്ന ചെടികളെല്ലാം നന്നായിട്ട് വളരുകയും അത് പിന്നീട് നല്ല കായ്ഫലം നൽകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2 ml തൊട്ട് 4 ml വരെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ, ഇതിൽ ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ 2.5 ml ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുക. 4 ml, ഇതൊരു 4 ml കുറച്ചുകൂടി കൂടി, ഇതിപ്പോൾ 5 ml ആയി. കുറച്ചൊരു 4 ml നമ്മൾ എടുത്തു. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ 1 ലിറ്റർ സ്പ്രേയറിൽ നമ്മൾ ഒഴിക്കുക.
ഇപ്പം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല ഗ്ലൗസ് യൂസ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു മാസ്ക് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഒരു മാസ്ക് നമ്മൾ എങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഈ വളം സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഗ്ലൗസ് ഇടുക. ഒപ്പം തന്നെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മാസ്ക് ഇടുക. എന്നിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഒരു കർപ്പൂര മാവാണ്. അതിങ്ങനെ അതിന് പുതിയ തളിരിലകളൊന്നും വന്നില്ല, വളപ്രയോഗം ചെയ്തിരുന്നു. അപ്പോൾ അതിന് നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിലും ഒക്കെ അതിൻ്റെ അടിഭാഗത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഇതാണ് പെട്രീഷ്യ മാവാണ്. ഇത് ഞാൻ 50 ലിറ്ററിൽ നിന്ന് 120 ലിറ്റർ ഡ്രമ്മിലോട്ട് മാറ്റി നട്ടതാണ്. അപ്പം അതിനും തളിരിലയൊന്നും വന്നിട്ടില്ല. അപ്പം അതിനും നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് നാംഡോക്മായി ഗോൾഡ് ആണ്. ഇത് ആക്ച്വലി മെയ് അവസാനം വരെ ഫ്രൂട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഇത് നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിരുന്നു. കണ്ടോ, ഇതിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും നമ്മൾ മെയ് അവസാനമാണ് വളം ചെയ്തത്. അപ്പോൾ ഇതിനുമൊക്കെ നമുക്ക് തളിരിലകളൊക്കെ വരാനായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് പിന്നീട് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് പുതിയ തളിരിലകൾ വന്നിട്ട് അടുത്ത സീസണിൽ നന്നായിട്ട് ചെടി കായ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് നാനോ യൂറിയ പ്ലസിൻ്റെ പ്രയോജനത്തിനെ പറ്റിയാണ്. അതിന് 20% നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ വളം ഉപയോഗിക്കുന്നതിലൂടെ, സ്പ്രേ ചെയ്യുന്നതിലൂടെ പുതിയ തളിരിലകൾ വരികയും കൂടുതൽ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ഫ്ലവറിങ്ങിന് പോലും ഇത് നന്നായിട്ട് സഹായിക്കും. മാത്രമല്ല ഇത് ഇലകൾ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് ഈ നാനോ യൂറിയ പ്ലസിൻ്റെ ഉപയോഗം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.